നാദാപുരത്തെ പൗരപ്രമുഖനും പഴയകാല വ്യാപാരിയുമായിരുന്ന നരിക്കോൾ പോക്കർ ഹാജി ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നാദാപുരത്തിൻ്റെ മുൻകാല ചരിത്രത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നാദാപുരത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ VAK പോക്കർ ഹാജിയോടൊപ്പം പ്രവർത്തിച്ച മർഹൂം നരിക്കോൾ മമ്മൂക്കയുടെ സഹോദരനാണ് പോക്കർ ഹാജി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് നമ്മുടെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവും നമ്മുടെ നാട്ടുകാരനുമായ തയ്യിൽ ഇബ്രാഹിക്ക സംസാരിക്കുകയാണ്. നരിക്കോൾ പോക്കർ ഖാനെ പറ്റി ഒരുപാട് കഥകൾ പഴയ തലമുറകൾക്ക് അനുസ്മരിക്കാനും പറയാനുമുണ്ട്. ഒരു കാലത്ത് നാദാപുരത്തിൻ്റെ അങ്ങാടിയുടെ ഭരണകർത്താക്കളിലൊരാളായി മാറിയ പോക്കർ ഖാൻ അന്നത്തെ സ്ഥിതിക്ക് ഏറ്റവും വലിയ നാദാപുരത്തെ ഒരു കച്ചവടക്കാരനായിരുന്നു. നരിക്കോൾ കുടുംബവുമായി എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ബന്ധപ്പെടാൻ കഴിഞ്ഞത് പ്രധാനി പോക്കർക്കയായിരുന്നു. പോക്കർക്കക്ക് എന്നോട് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം സ്നേഹവും എൻ്റെ ബഹുമാന്യനായ പിതാവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു. പോക്കർക്ക എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട നരിക്കോൾ മമ്മൂക്ക, അതായത് ഇന്നത്തെ ഗൾഫിലെ പ്രമുഖ വ്യവസായിയായ നരിക്കോൾ അഹമ്മദ് ഹാജിയുടെ പിതാവ്, അന്നത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉരുക്ക് കോട്ട തന്നെയായിരുന്നു. ഓർമ്മ ഇല്ലെങ്കിലും പറഞ്ഞു കേട്ട സ്ഥിതിക്ക് അന്നത്തെ ആദ്യത്തെ ബഹുമാനപ്പെട്ട VAK പോക്കർ ഹാജിയുടെ പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അന്നത്തെ നാദാപുരത്തിൻ്റെ പല പ്രഗത്ഭരായ ആൾക്കാരും ആ തെരഞ്ഞെടുപ്പിൽ VAK എതിർത്തപ്പോൾ VAKയുടെ വിജയത്തിൻ്റെ ഒരു ശക്തി ബഹുമാനപ്പെട്ട മമ്മൂക്കയായിരുന്നു. ആ മമ്മൂക്കയുടെ പ്രിയപ്പെട്ട പോക്കർക്ക ആ മമ്മൂക്കയുടെ പ്രതാപം അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിലനിർത്തിയിട്ടുണ്ട്. നാദാപുരത്തിൻ്റെ ഏത് പ്രശ്നത്തിലും അർത്ഥവും ആളും നൽകി നാദാപുരത്തിൻ്റെ അന്നത്തെ ഇജ്ജത്ത് കാത്ത വളരെ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പോക്കർക്ക. ഇന്നത്തെ തലമുറയ്ക്ക് ന്യൂ ജനറേഷന് പോക്കർക്കാനെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ പറ്റി പഠിക്കുവാനോ അവരുടെ നാട്ടിൽ ചെയ്ത സേവനങ്ങളെപ്പറ്റി അറിയുവാനുള്ള യാതൊരു വഴികളും മാർഗവുമില്ല. അന്നത്തെ പ്രഗത്ഭരായ കണ്ണോളി പോക്കർ ഹാജി, ബഹുമാനപ്പെട്ട VAK പോക്കർ ഹാജി, CH കുഞ്ഞാറ്റത്തങ്ങൾ, അയ്യോറ്റാണ്ടി അബ്ദുള്ള ഹാജി പോലത്തെ പ്രഗത്ഭരായുള്ള ബന്ധത്തിലൂടെ പാണക്കാട് പഴയ തലമുറയുടെയുമായി വളരെയധികം ബന്ധം സ്ഥാപിക്കുകയും ബഹുമാനം പങ്കുവെക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പോക്കർക്ക.